RS ഫുട്ബോൾ ഫാമിലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലീഗ് അടിക്കാൻ പോകുന്ന രണ്ട് ടീമുകളെ കുറിച്ചാണ്. ഒന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ അടിക്കാൻ പോകുന്ന ആഴ്സണലിനെ കുറിച്ചും അതേപോലെ തന്നെ ലാ ലീഗ് ടൈറ്റിൽ അടിക്കാൻ പോകുന്ന ബാഴ്സലോണയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുമ്പോൾ. ഇന്നലെ രണ്ട് മത്സരങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അതിൽ രണ്ടിലും വിജയിച്ചിട്ട് 6 പോയിന്റ് വ്യത്യാസത്തിലാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുന്നിൽ ഇപ്പോൾ ആഴ്സണൽ നിൽക്കുന്നത്. പക്ഷെ രണ്ട് മത്സരങ്ങൾ കൂടുതൽ കളിച്ചിട്ടുണ്ടെന്ന കാര്യമാണ്. 35 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 76 പോയിന്റുമായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ ഒന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി ആയിക്കോട്ടെ 33 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 70 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട്. ഇനി 2 മത്സരങ്ങൾ സിറ്റിക്ക് കളിക്കേണ്ടതുണ്ട്. അത് കളിച്ച് കഴിഞ്ഞാലാണ് സിറ്റി ആഴ്സണലിന്റെ എപ്പോ എത്തോ അതോ ലീഗ് അടിക്കോ, ആരായിരിക്കും ലീഗ് അടിക്കുക എന്നുള്ള അവിടെ ഇപ്പോഴും ഒരു ഫോട്ടോ ഫിനിഷിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ലാ ലീഗിൽ സ്ഥിതി അതല്ല. ലാ ലീഗ് സ്ഥിതി ഇന്നലെ ഒസസൂനായിട്ടുള്ള മത്സരം ബാഴ്സലോണ 2-1 വിജയിച്ചോട് കൂടിയിട്ട് 14 പോയിന്റാണ് റയൽ മാഡ്രിഡ് ആയിട്ടുള്ള വ്യത്യാസം ഇപ്പോൾ ലീഗിലുള്ളത്. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന എസ്പാനിയോൾ ആയിട്ടുള്ള റയൽ മാഡ്രിഡിന്റെ മത്സരം റയൽ മാഡ്രിഡ് പരാജയപ്പെടുകയോ സമനില ആയിക്കഴിഞ്ഞാൽ, ജയിച്ചില്ലെങ്കിൽ ലാ ലീഗ മാര് തൂക്കും. ബാഴ്സലോണ തൂക്കിയിട്ടായിരിക്കും എൽ ക്ലാസിക്കോയിലേക്ക് വരിക. അപ്പോൾ കളി കഴിഞ്ഞിട്ട് എന്തായിരിക്കും എന്നുള്ളതല്ല, കളിക്ക് മുമ്പ് തന്നെ ചിലപ്പോ ഗാർഡ് ഓഫ് ഓണർ കൊടുത്തിട്ട് വേണം ചിലപ്പോൾ ഗ്രൗണ്ടിലേക്ക് വരവേറ്റേണ്ടി വരിക. അങ്ങനെ റയൽ മാഡ്രിഡിന് പറ്റാതിരിക്കുന്ന റയൽ മാഡ്രിഡ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ വിജയിച്ചേ പറ്റൂ. വിജയിക്കാതെ അവര് അത് പണിയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആഴ്സണലിന്റെ കാര്യത്തിലേക്ക്, ആഴ്സണലിൽ എത്രമാത്രം ഇനി ഈ ലീഗ് നേടാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ അവസാന മത്സരത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡായിട്ട് 1-1 സമനിലയിൽ പിരിഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആഴ്സണൽ ഫാൻസുകാർ വന്നിട്ട് ഇങ്ങനെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്. നമ്മള് സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കളി കണ്ടിട്ട് എന്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നത്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ട്, അതിൽ കമന്റ് ചെയ്യണതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ കളി മോശമാണെങ്കിൽ മോശം എന്ന് തന്നെ പറയും. അതിപ്പോ ഏത് ഫാൻസ് ആയാലും, ഇപ്പൊ ഞാൻ ബാഴ്സലോണന്റെ ഫാനാണ്, പക്ഷെ ബാഴ്സലോണയുടെ കളി മോശമാണെങ്കിൽ അത് പറയും. ഇന്നത്തെ കളിയിൽ ഒസസൂനായിട്ടുള്ള മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ബാഴ്സയുടെ മോശം തന്നെയാണ്. ഒസസൂന നല്ലപോലെ ബസ് പാർക്ക് ചെയ്തപ്പോൾ ബാഴ്സലോണയ്ക്ക് ഒന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇമ്പാക്ട് ഉണ്ടാക്കിയത് ഫസ്റ്റ് ഹാഫിൽ ഉറക്കുമ്പോൾ സത്യം പറഞ്ഞാൽ 81 മിനിറ്റ് വരെ ആ ഒരു കളി തന്നെ പോയി. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടി ബാഴ്സലോണ ഉണർന്ന് കളിച്ചത്. അതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇത് ഫാൻസുകാർ ഇങ്ങനെ അതിനുള്ള കളി അവരുടെ ടീം ഗ്രൗണ്ടിൽ എടുക്കണം. അത്ലറ്റിക്കോ മാഡ്രിഡിലെ കളി കണ്ടു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട്. നമ്മൾ ആഴ്സണലിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത്. ബിഗ് മാച്ചുകൾ വരുമ്പോൾ ഇവര് തുടരെ സീസണുകളിൽ കാണിച്ചു കൂട്ടിയതല്ല നമുക്കറിയാം. അപ്പോൾ ഞാൻ എന്റെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ വീഡിയോ ഓരോ വാരത്തിലെ ഓരോ സ്റ്റേജുകളിലുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓരോ ആഴ്ചകളിലുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന്റെ കളിയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ആഴ്സണൽ ഫാൻസ് അല്ലെങ്കിൽ സിറ്റി ഫാൻസ് ഒന്നും അല്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സിറ്റിക്കാണ് കുറച്ച് എനിക്ക് ഒരു താല്പര്യമുള്ള ടീം എന്നൊക്കെയാണ് ശരിയാണെങ്കിലും, പക്ഷെ ആഴ്സണൽ ഈ സീസണിൽ ഒരു കപ്പടിക്കണം ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയേണ്ടത്. അത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ കളി മോശം എന്ന് പറയണ്ടേ? അപ്പോ നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞോണ്ടിരിക്കണ്ട, അടിപൊളിയായി കളിച്ചു എന്നിട്ട് അതിന്റെ താഴെ വന്നിട്ട് ഹൈലൈറ്റ്സ് കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത്. കളി ചാമ്പ്യൻസ് ലീഗ് PSG വിസസ് ബാൻ മ്യൂണിക്ക് നടന്ന കളി അടിഗംഭീരമായിരുന്നു. അത് പറഞ്ഞാൽ ഗോളുകളുടെ ഉത്സവമായിരുന്നെങ്കിൽ ഇവിടെ ഡിഫൻസും കാര്യങ്ങളാണ്. പക്ഷേ ആഴ്സണൽ പോലെ ഒരു ടീമിൽ നിന്ന് ആ ഒരു ഡിഫൻസീവ് ഗെയിം ആഴ്സണൽ കളിച്ചു എന്നല്ല പറയുന്നത്. ആഴ്സണലിന്റെ കയ്യിൽ കുറെ മിസ്റ്റേക്കുകളും അതേപോലെ തന്നെ ബോൾ കൺട്രോൾ ഇല്ലാനും അത്യാവശ്യം നല്ല പോലെ പ്രസ് ചെയ്യുന്ന ടീമുകൾ വന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്സണൽ തീർന്നു എന്നുള്ള കാര്യമാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇവരെ പോലുള്ള ആൾക്കാർ ആഴ്സണലിന് എതിരാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കളി ആര് മോശമാണെങ്കിൽ അത് പറയും. ഞാൻ റയൽ മാഡ്രിഡിനെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ സിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല കളി വരുമ്പോൾ അവരെ കുറിച്ച് ഇന്നത്തെ കളി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ തൂക്കി. ഫസ്റ്റ് ഹാഫിൽ തന്നെ കിടിലം മത്സരം 3-0 4 ഗോൾ അടിച്ചിട്ടുണ്ട്. ഒരു ഗോൾ ഓഫ് സൈഡിന്റെ ഇതിൽ വന്നാണ് ആ 3-0 വെച്ചു. ഇതൊക്കെയാണ് നമ്മൾ ആഴ്സണലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ അവസാനം കൊണ്ട് കലമടച്ചിട്ട് കുറെ കാലം അങ്ങനെ ടേബിളിന്റെ ടോപ്പിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഫൈനൽ ഫിനിഷ് ചെയ്യുമ്പോൾ ഫോട്ടോ ഫിനിഷിൽ നമ്മളായിരിക്കണം ആ ടാഗിൽ വന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് മുട്ടിയിട്ട് ആ ടാഗ് ആ ഫൈനൽ ലൈൻ ഉണ്ടല്ലോ അത് ഫിനിഷ് ചെയ്യുന്നത് നമ്മളായിരിക്കണം. അല്ലാതെ കുറെ കാലം ടോപ്പിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിമർശിക്കും, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും. ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ ഞാനൊരു ഫാനായിട്ടല്ല, ഞാനൊരു ഫുട്ബോൾ പ്രേമി ആയിട്ട് എനിക്ക് സെക്കൻഡ് സെമി ഫൈനല് അത്ലറ്റിക്കോ മാഡ്രിഡ് ആഴ്സണൽ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കളി കാണാനല്ല ഞാൻ ആഴ്സണലിന്റെ കളി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ആഴ്സണൽ നിന്ന് അതൊരു പ്രതീക്ഷയില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡേവിഡ് റയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഇല്ലായിരുന്നെങ്കിൽ 1-2 അവർ കഴിച്ചിട്ടുണ്ടാവും. കുര്യാൻ ആൽവാരസിന്റെയും അതേപോലെ കിട്ടില്ല 2-3 സേവുകൾ നടത്തിയിട്ടാണ്. ഇന്നും ചങ്ങായി ക്ലീൻ ഷീറ്റാണ്. 35 മത്സരങ്ങളിൽ 17 ക്ലീൻ ഷീറ്റാണ് ഇപ്പോൾ മൊത്തം നേടിയിട്ടുള്ളത്. അപ്പോ ആ ഒരു ചങ്ങായിയുടെ
ആ ചങ്ങായി വന്നപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് ചാമ്പ്യൻസ് ലീഗ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കപ്പുകൾ ആഴ്സണൽ പോയി അടിക്കണം പറഞ്ഞു. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ഫുൾ എഫേർട്ട് ആളെടുക്കുന്നുണ്ട്. പ്രഷർ വരുന്ന സമയത്ത് ആഴ്സണൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ആർട്ടറ്റയുടെ ആ സെലിബ്രേഷൻ ഉണ്ടല്ലോ, മൂന്നാമത്തെ ഗോൾ അടിച്ച ശേഷം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ, ആ സാക്കയുടെ ഗോൾ അടിച്ചപ്പോഴും സെലിബ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ആൾ അത്രത്തോളം എന്താ പറയാ, അത്രത്തോളം ആ ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ എന്റെ ആഗ്രഹം തന്നെയാണ് ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് എന്തോ ആയിക്കോട്ടെ, അത് ഇനി 2-3 മത്സരങ്ങൾ കഴിയുന്നുണ്ട്. പക്ഷെ ഇനിയുള്ള 3 മത്സരങ്ങൾ വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ തൂക്കിയിട്ട് വരാൻ മക്കളെ നിങ്ങൾക്ക്. അപ്പോ ഇനി പ്രഷർ കുറച്ചും കൂടി സിറ്റിക്കാണ്. സിറ്റിക്കുന്ന 2 മത്സരങ്ങൾ കളിക്കാം. ഓൾറെഡി 2 മത്സരങ്ങൾ ആഴ്സണൽ വിജയിച്ചിട്ട് മുകളിൽ പോയിരിക്കണം. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ആഴ്സണൽ വിജയിച്ച ഒരു സീസൺ എന്ന് പറഞ്ഞാൽ 2001 സീസണിൽ വേങ്ങർ അഷാന്റെ കീഴിൽ 39 മത്സരങ്ങൾ, അതും എത്ര മാച്ചിലാന്ന് വെച്ചാൽ 60 മാച്ചിൽ. അപ്പോ ആർട്ടറ്റ 58 മാച്ചിൽ ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്, 40 വിജയം നേടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ആർട്ടറ്റയ്ക്ക് ഇനി മുന്നിലുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 3 മത്സരങ്ങളാണ്. ആ 3 മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ പിന്നെയും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ സെക്കൻഡ് ഹാഫിൽ കണ്ടു, ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോൾ അടിച്ചു. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ ഞാനൊരു 2 ഗോളോ 3 ഗോളും കൂടി അടിക്കുന്ന വിചാരിച്ചു. പക്ഷെ ഒരുപാട് ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർക്കും ചാൻസുകൾ കിട്ടിയിരുന്നു. പക്ഷെ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് ഫോട്ടോ ഫിനിഷിലേക്ക് പോവുകയാണെങ്കിൽ സിറ്റിക്കാണെങ്കിൽ 5 കളികളുണ്ട്. അപ്പൊ ഈ 5 കളികളും ജയിച്ച് ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ പോകണമെങ്കിൽ ഗോൾ ശരാശരിയും കാര്യങ്ങളൊക്കെ വിഷയമാണ്. ഗോൾ ശരാശരി തന്നെ വിജയിക്കണം ആഴ്സണലിന്. അല്ലാതെ വരികയാണെങ്കിൽ സിറ്റിയും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സിറ്റിക്കാണ് കുറച്ചുകൂടെ മുൻതൂക്കുള്ളൂ. അപ്പൊ സിറ്റിയാണ് കപ്പടിക്കാൻ ചാൻസ്. അപ്പൊ ഈ കഴിഞ്ഞ 32 മത്സരങ്ങൾ കംപ്ലീറ്റ് ആയപ്പോ 33 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോ 2 ടീമും ഗോൾ ശരാശരി ഒരേ പോയിന്റിൽ നിൽക്കുന്നു. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണണം. അപ്പോ ഇനി എത്ര മത്സരങ്ങൾ, എത്ര ഗോളുകൾ അടിച്ചു കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അതും സിറ്റിയുടെ കാര്യം വന്ന് നോക്കി കഴിഞ്ഞാൽ ഈ 2 മത്സരങ്ങളിൽ കളിക്കണം. അത് അപ്പോഴേക്കും ആഴ്സണൽ ഏറ്റവും മുന്നിലെത്തി കഴിഞ്ഞു. ഇനിയുള്ള മത്സരങ്ങളൊക്കെ ലണ്ടനിലാണ് ആഴ്സണലിന്റെ മത്സരങ്ങളൊക്കെ കളിക്കാൻ പോകുന്നുള്ള കാര്യം കൂടി ആഴ്സണലുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗില് കപ്പ് ആഴ്സണലിന്റെ തൂക്കില്ലേ? ആഴ്സണൽ ഫാൻസിനൊക്കെ ഇപ്പൊ കുറച്ച് സന്തോഷമുണ്ട്. എനിക്കും സന്തോഷമായി. ആ ഇന്നത്തെ ഫസ്റ്റ് ഹാഫിൽ കളി കണ്ടപ്പോൾ തന്നെ. സെക്കൻഡ് ഹാഫ് കുറച്ച് ഉറക്കം വന്നു എന്നുള്ള ഇല്ലാത്ത ഒന്നും പറയുന്നില്ല ഞാൻ. പക്ഷെ ഇനിയിപ്പോ അതിന് ട്രോള് വരണ്ട. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ കളി തീർത്തു എന്നുള്ള കാര്യമാണ്. വിലപ്പെട്ട 3 പോയിന്റ്സ് സ്വന്താക്കി ആ ഒരു കോൺഫിഡന്റ് ലെവലും അതേപോലെ തന്നെ ആ ഒരു ഇതൊക്കെ വീണ്ടെടുത്തിരിക്കുകയാണ്. അറ്റ്ലെറ്റിക്കോ മാഡ്രിഡിനെതിരെ കളിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് കളിയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്, ഇന്നലെ രാത്രി എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾക്ക് അഭിനന്ദിച്ചേ പറ്റൂ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആരായിരിക്കും ടൈറ്റിൽ അടിക്കാന്ന്. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ കളിയെ കുറിച്ചുള്ള എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആഴ്സണൽ ഫാൻസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് നടന്ന മത്സരത്തിൽ 17 ഷോട്ടുകളാണ് ആഴ്സണൽ എടുത്തുള്ളത്. അതിൽ 8 എണ്ണം ഓൺടാർജറ്റിലേക്ക് ആയപ്പോൾ ഫുൾഹാം 9 ഷോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 1 എണ്ണം മാത്രമാണ് ഓൺടാർജറ്റിലേക്ക് വന്നത്. 54% പൊസിഷൻ ഉണ്ടായിരുന്നു ആഴ്സണലിന്റെ ഭാഗത്ത്. അവിടെ 46% പൊസിഷൻ ഉണ്ടായിരുന്നു. 509 പാസുകൾ ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 400 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 90% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു ആഴ്സണലിന്റെ ഭാഗത്ത്. അവിടെ 85% ഉണ്ടായിരുന്നു. 7 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 12 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 7 എണ്ണമാണ് ഓഫ് സൈഡ്. അതിൽ 2 എണ്ണം എങ്ങനെയോ ഗോളായി മാറ്റിയിട്ടുണ്ടായിരുന്നു തോന്നുന്നത് ഈ ആഴ്സണലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ. അതേപോലെ 3 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ 4 കോർണേഴ്സ് ഫുൾഹാം വിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആഴ്സണലിനെതിരെ എതിർ ടീമുകൾ നോക്കുന്ന പറഞ്ഞാൽ അവർക്ക് സെറ്റ് പീസുകൾ കൊടുക്കാതിരിക്കുക, പരമാവധി കോർണേഴ്സ് വഴങ്ങാതെ എങ്ങനെയെങ്കിലൊക്കെ കളി അവസാനിപ്പിക്കാനുള്ളതിലാണ്. ഇപ്പോൾ അവസാനം നടന്ന മത്സരങ്ങളിലൊക്കെ ആഴ്സണലിന്റെ കോർണേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അടുത്ത കളിയായ ബാഴ്സലോണ വിസസ് ഒസസൂന മത്സരത്തിൽ, ഒസസൂനിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടന്ന മത്സരമാണ്. ഒസസൂനിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അവര് 10ഓളം വിന്നിംഗ് സ്ട്രീക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നലെ ഇല്ലാതാക്കിയത്. ഇന്നലെ രാത്രി അതാണ് ഇല്ലാതാക്കിയത്. 80 മിനിറ്റ് വരെ ഈ കളിയിൽ 2 ടീമും ഗോൾ അടിക്കാതെ അവർക്കൊരു സമനിലയ്ക്ക് മതി. അവിടെ തോൽക്കരുതെന്നുള്ള, ഹോം ഗ്രൗണ്ടിൽ സ്വന്തം കാണികളുടെ മുമ്പിൽ തോൽക്കരുതെന്നുള്ളതാണ് ഒസസൂനിക്കുള്ളത്. അപ്പൊ അവര് അതിനു വേണ്ടിയിട്ട് നല്ല ഡിഫൻസും കിട്ടിയ കൗണ്ടറുകളൊക്കെ ഗംഭീരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. 81 മിനിറ്റിൽ റാഷ്ഫോർഡിന്റെ ഒരു കിടിലൻ അസിസ്റ്റ്. റാഷ്ഫോർഡ് അത്രയും വെയിറ്റ് ചെയ്തിട്ടാണ് കിക്ക് കൊടുക്കുന്നത്. ലെവൻഡോസ്കി സുന്ദരമായിട്ട് ആ ഹെഡ് ചെയ്ത് ഗോളാക്കണം. അതിനുശേഷം തൊട്ടടുത്ത ശേഷം ഫെറമിന്റെ ഒരു കിടിലൻ അസിസ്റ്റിൽ ഫെറാൻ ടോറസിന്റെ ഒരു കിടിലൻ ഫിനിഷ്. അങ്ങനെ 2 സ്ട്രൈക്കർമാരും ഒരുമിച്ച് ഇറങ്ങിയിട്ട് ഒരുമിച്ച് ഗോൾ അടിച്ചൊരു കളിയാണ് ബാഴ്സലോണ വിസസ് ഒസസൂന മത്സരം. അപ്പോ ആ മത്സരത്തിൽ വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കി 14 പോയിന്റ് ലീഡാണ് റയൽ മാഡ്രിഡ് ആയിട്ട് ഉള്ള വ്യത്യാസം. അപ്പൊ എന്തായാലും ഇനി ഒരു കളി കൂടി ജയിക്കുകയാണെങ്കിൽ ബാഴ്സലോണയ്ക്ക് കപ്പടിക്കാം. അതിനി വരാൻ പോകുന്നത് മെയ് 10 എൽ ക്ലാസിക്കോ എന്നാണ് റയൽ മാഡ്രിഡ് ആയിട്ട്. അതിന് മുമ്പ് വേണമെങ്കിൽ കപ്പടിക്കാം. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന എസ്പാനിയോളുടെ ഹോം ഗ്രൗണ്ട് നടക്കാൻ പോകുന്ന എസ്പാനിയോൾ വിസസ് റയൽ മാഡ്രിഡ് മത്സരത്തിൽ സമനിലയോ ഒരു തോൽവിയോ റയൽ മാഡ്രിഡ് സംഭവിക്കുകയാണെങ്കിൽ ചെക്കന്മാര് ആ ലാലിഗ ട്രോഫി നോക്കിയിട്ടായിരിക്കും ആ ഒരു ഇതിന് വരിക. എവിടെ എൽ ക്ലാസിക്കോ നടക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ പ്രദർശിപ്പിക്കാൻ വരിക. അപ്പൊ അതിനേക്കാളും വലിയ നാണക്കേട് ഈ സീസണിൽ ട്രോഫി ഇല്ല. കഴിഞ്ഞ സീസണിൽ ഒരുപാട് നാണക്കേടുകൾ ഏറ്റുവാങ്ങിയ റയൽ മാഡ്രിഡ്. എന്താ പറഞ്ഞാല് കോപ്പ ഡെൽ റേയിൽ സൂപ്പർ എസ്പാനിയോള്
അതേപോലെ തന്നെ ലാ ലീഗ് എല്ലാം അതിൽ രണ്ടും ഫൈനലിലാണ് ബാഴ്സലോണയോട് പരാജയപ്പെട്ട് ട്രോഫി അതിൽ ഗാർഡ് ഓഫ് ഓണർ വരെ കൊടുക്കാൻ വിസമ്മതിച്ചിട്ട് അത് സാവി ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എംബാപ്പെ കൊടുക്കരുത് പറഞ്ഞ ടീമേറ്റ്സിനെയൊക്കെ വിളിച്ച് ഉള്ളിലേക്ക് കയറ്റണം. അപ്പോ ഈ കളി തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ടി വരും. അതിനിപ്പോ തന്നില്ലെങ്കിൽ വിഷയമൊന്നല്ല. പക്ഷെ ആ ഒരു ലാ ലീഗ് ട്രോഫി ചാമ്പ്യന്മാരായിട്ട് ആ ട്രോഫി ക്യാമ്പ് നോയിലെ കാണികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടാണ് ബാഴ്സലോണ കളി തുടങ്ങാനുള്ള ആ ഒരു അവസ്ഥ സ്ഥിതിവിശേഷം റയൽ മാഡ്രിഡിന് വരാതിരിക്കണമെങ്കിൽ ഇന്നത്തെ കളി എസ്പാനോളായിട്ട് ഇന്ന് രാത്രി 12:30 നടക്കുന്ന കളി എസ്പാനോളായിട്ട് ഒരു വിജയം അനിവാര്യമാണ് അല്ലെ. 14 പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. ഇനി എൽ ക്ലാസിക്കോയിൽ ഇപ്പൊ തോറ്റാലും അവർക്ക് ബാക്കിയുള്ള ഒരു കളി വിജയിച്ചാൽ മതി. അപ്പൊ എന്തായാലും എൽ ക്ലാസിക്കോ തീപ്പാറണമെങ്കിൽ ഇന്ന് റയൽ മാഡ്രിഡ് എസ്പാനോളായിട്ടുള്ള മത്സരം വിജയിക്കണം. അപ്പൊ ഇന്നത്തെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 സ്ട്രൈക്കർമാരും ഒരുമിച്ച് ഗ്രൗണ്ടിലുണ്ടായ സമയത്താണ് ഗോൾ അടിച്ചത്. യമാലും റഫീനിയൊക്കെ ഇല്ലാതെ ഒരു മത്സരം. അത് ബാഴ്സ ആരാധകരെ പറഞ്ഞാൽ 2 എവേ മത്സരങ്ങൾ ഇപ്പോൾ ബാഴ്സലോണ ജയിച്ചുള്ളത്. ഈ മത്സരത്തിൽ സമനിലയിൽ പോകുന്ന തന്നെ വിചാരിച്ചു. അമ്മാതിരി കളി സെക്കൻഡ് ഹാഫിലാണ് കുറച്ചെങ്കിലും ബാഴ്സലോണ എന്ന് കളിച്ച. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര മോശം പെർഫോമൻസ്. എന്താ പറഞ്ഞാൽ അവര് ബസ് പാർക്കിംഗ് ആയിരുന്നു. അപ്പൊ ആ ബസ് പാർക്കിംഗ് പൊളിക്കാൻ വേണ്ടിയിട്ട് റൂണി ബാഗ്ദാജിക്കോ അതേപോലെ തന്നെ ഫെർമിനോ അതേപോലെ തന്നെ ലെവൻഡോസ്കിയോ കഴിഞ്ഞില്ല. സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വന്ന് റാഷ്ഫോർഡിന്റെ ഒരു കിടിലൻ അസിസ്റ്റിലൂടെ ലെവൻഡോസ്കി ഗോൾ സ്കോർ ചെയ്തു. ആദ്യ ഗോള്. രണ്ടാം ഗോള് ഫെറാൻ ടോറസ് ഫെർമിന്റെ അസിസ്റ്റിലൂടെ വന്നു. അതിനുശേഷം അതിനോട് തിരിച്ചു വരാൻ കണ്ടത് 2-1 ലീഡ് നേടുന്നു. പിന്നെ ആ ഒരു 8 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു. അതിലേക്ക് എസൂസിന്റെ കിടിലൻ അറ്റാക്കുകൾ. അതിനുശേഷം ബാഴ്സലോണയ്ക്കും കിടിലൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ആരെന്നറിയോ? ജോൺ ഗ്രാസിയ എന്ന് പറയുന്ന ബാഴ്സലോണയുടെ വൻമതില്. ചങ്ങയുടെ ഒരു 2-3 കിടിലൻ സേവുകൾ ഉണ്ടായിരുന്നു. പിന്നെ റിക്കവറിയും കാര്യങ്ങളും ബോൾ അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിടിലായിരുന്നു ഇന്നത്തെ കളി. ലാ ലീഗില് ആള് പുലി തന്നെയാണ്. അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ഇഷ്ടംപോലെ ഗോൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ സീസണിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഗോളുകൾ വാങ്ങിച്ചു കൂട്ടിയുള്ള കാര്യം ശരിയാണ്. പക്ഷെ ലാ ലീഗിൽ ആൾക്കില്ല. ലാ ലീഗിൽ ഇന്നും ക്ലീൻ ഷീറ്റ് നേടിയിട്ടാണ്. അതും കിടിലൻ 2-3 സേവുകൾ. ഒന്നും പറയാനില്ല. അതേപോലെ ഒസൂനയുടെ ഒരു കിക്ക് ഉണ്ടല്ലോ, അത് ബാറ് തട്ടി പോകുന്നുണ്ട്. ചങ്ങായിമാർക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ ലീഡ് നേടേണ്ട ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫിനിഷിംഗ് ഇല്ലായ്മയും ജോൺ ഗാസ് എന്ന് പറയുന്ന ഗോൾ കീപ്പർക്ക് മുന്നിൽ ഈ ചങ്ങായി എന്താ പറയുക, യൂറോപ്പിലേക്ക് നമ്മൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടെ എന്താ പറഞ്ഞാൽ അത് ബിഗ് മാച്ചുകൾ കളിക്കാത്തതിന്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ബാഴ്സലോണയുടെ ഹൈലൈനും കാര്യങ്ങളൊക്കെ അതൊക്കെ ചിലപ്പോൾ അടുത്ത സീസണോടുകൂടി ചിലപ്പോൾ അവിടെയും എന്താ പറയുക ഈ സീസണിൽ 44ഓളം ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ലീഗ് കിടിലോസ്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ദിവസങ്ങൾ മതി. അപ്പൊ ഇന്ന് ചിലപ്പോൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ മെയ് 10-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ആരായിരിക്കും ലാ ലീഗ് ടൈറ്റിൽ, ആരായിരിക്കുന്നല്ല ബാഴ്സലോണ ലാ ലീഗ് ടൈറ്റിൽ അടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അത് വെയിറ്റിംഗ് ആണ്. ഈ സീസണിൽ അപ്പോൾ 2 ട്രോഫികൾ കോപ്പ ഡെൽ റേയിൽ എന്തായാലും കയ്യിൽ നിന്ന് പോയി. അത് അറ്റ്ലാന്റിക് മഡ്രിഡും കിട്ടിയില്ല. അത് റയൽ സൊസൈറ്റി ചുളിവിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഈ സീസണിൽ കപ്പില്ലാതെ അറ്റ്ലാന്റിക് മഡ്രിഡും റയൽ മഡ്രിഡ് 2 ടീമുകളും കപ്പില്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ലാ ലീഗ് ഈ സീസണിൽ തൂക്കുകയാണെങ്കിൽ 2 സീസണിലായിട്ട് ആകെ നഷ്ടപ്പെട്ടത് പറഞ്ഞാൽ 2 ചാമ്പ്യൻസ് ലീഗ് പോയി ഹൻസി ഫ്ലിക്കിന്റെ കയ്യിൽ നിന്ന്. 1 സെമിഫൈനലിൽ 1 ക്വാർട്ടർ ഫൈനലിൽ വെച്ചിട്ട്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 1 കോപ്പ ഡെൽ റേയിലും പോയി. ബാക്കി ട്രോഫികളൊക്കെ ആശാൻ തൂക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാഴ്സലോണയ്ക്ക് 2029 നടക്കുന്ന ക്ലബ് വേൾഡ് കപ്പിലേക്ക് യോഗ്യം നേടിയിട്ട് പുതിയ ഫോർമാറ്റിൽ നിന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ബാഴ്സ ഈ സമ്മറിൽ ഒരുപാട് പേരെ എന്താണ് സൈൻ ചെയ്യുന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നത്. ഗുലിയാനാരസിനെ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സിറ്റിയിൽ നിന്ന് ബെർണാർഡോ സിൽവനെ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബസ്റ്റോണി, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിനെ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കുന്നത് അതൊക്കെ നമുക്കിനി സമയമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഏറിക്കൂടെ ഒരു സ്ട്രൈക്കറെ സൈൻ ആയിരിക്കും. അതിപ്പോ ആരാന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ജാവോ പെഡ്രോ ചെൽസിന്ന് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ചിലപ്പോൾ ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു സ്റ്റോപ്പർ. ഇതിൽ കൂടി 2-3 സൈനിങ് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇവരുടെ കളിയിലെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ഇവരുടെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ 6 ഷോട്ടുകളാണ് സസോന എടുത്തിട്ടുള്ളത്. അതിൽ 4 ഓൺ ടാർജറ്റിലേക്ക് ആയപ്പോൾ 11 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് ബാഴ്സലോണ. അതിൽ 3 മാത്രമാണ് ഓൺ ടാർജറ്റിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. 27% മാത്രം പൊസിഷൻ ഉണ്ടായിരുന്നു സസോന കയ്യിൽ. 73% ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നു ബാഴ്സലോണയുടെ കയ്യിൽ. ആ ബോൾ ഇങ്ങനെ കൊണ്ടുപോകല്ലാതെ ആ ഒരു മതിൽ കടക്കാൻ വേണ്ടിയിട്ട് ആ 81-ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. ശരിക്കും എന്താ പറയാ, കളിച്ചു. സെക്കൻഡ് ഹാഫിൽ നല്ല രീതിക്ക് പാസും കാര്യങ്ങളൊക്കെ അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ മാത്രം വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 275 പാസുകൾ ഒസസൂന കംപ്ലീറ്റ് ചെയ്തപ്പോൾ 603 പാസുകളാണ് ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്ത്. 73% ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നു ഒസസൂനയ്ക്ക്. 91% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു ബാഴ്സലോണയ്ക്ക്. 9 ഫോൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവിടെ 10 ഫോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് 1ഉം 2 കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 4ഉം 1ആണ്. കോർണേഴ്സ് 3 ഒസസൂന വിൻ ചെയ്തപ്പോൾ 7 ബാഴ്സലോണ വിൻ ചെയ്തത്. അപ്പോ ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ഒരു കാര്യം വ്യക്തമാവും. ഇന്ന് ലാ ലീഗ തൂക്കോ അതോ എൽ ക്ലാസിക്കോ വരെ കാത്തിരിക്കണോ, അതോ എൽ ക്ലാസിക്കോന്റെ കഴിഞ്ഞിട്ടും വീണ്ടും
അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുമെന്ന് എന്തായാലും നമുക്ക് ഇന്ന് രാത്രി അറിയാം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫുട്ബോളിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ നമ്മൾ ഒന്നല്ല, ഞാനൊക്കെ ഒരു ശിശുവാണ്. അപ്പൊ എന്റെ അറിവിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യുന്ന ഡാറ്റയിൽ നിന്നും എന്റെ ഒരു വ്യൂവിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പലർക്കും പല എതിരഭിപ്രായങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ നല്ല രീതിക്ക് ചെയ്യാം, അതിലൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ അത് അന്ധമായിട്ടുള്ള ഫാൻസുകാർക്ക് അവരുടെ ടീം പരാജയപ്പെടുമ്പോഴും അതുപോലെ താഴെ പോകുമ്പോഴുള്ള വിഷമമുണ്ട്, അത് നമുക്ക് സ്വാഭാവികമാണ്. പക്ഷെ അതിന് കമന്റിലൂടെ നല്ല രീതിക്ക് കമന്റ് ചെയ്യുക. അപ്പൊ നല്ല രീതിക്കുള്ള ഒരു സൗഹൃദപരമായിട്ട് ഈ ഫുട്ബോൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.